അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബു വലാ യസ്തഖീമു ഖൽബു ഹത്താ യസ്തഖീമ ലിസാനു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമയുടെ ഈമാൻ ശരിയാവുകയില്ല അവൻ്റെ ഹൃദയം ശരിയാവാതെ. അവൻ്റെ ഹൃദയം ശരിയാവുകയില്ല അവൻ്റെ നാവ് നേരെയാവാതെ. പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സത്യവിശ്വാസിയുടെ ഈമാൻ പൂർണ്ണമാകുന്നത് ഹൃദയം നന്നാകുമ്പോഴാണ് എന്നാണ് ഒന്നാമതായി പറയുന്നത്. ഹൃദയം ഏറ്റവും പ്രധാനമാണ്. ഹൃദയം നന്നായാൽ മാത്രമേ മനുഷ്യൻ നന്നാവുകയുള്ളൂ. ഹൃദയമാണ് ഒരു വ്യക്തിയെ നിശ്ചയിക്കുന്നത്. ഹൃദയത്തിൽ നല്ല വികാരങ്ങളും നല്ല വിചാരങ്ങളും നല്ല ചിന്തകളും ഏതളവിലുണ്ടാകുന്നുവോ ആ അളവിലാണ് അവയെല്ലാം പുറത്തേക്ക് വരിക. മനുഷ്യനെ നിയന്ത്രിക്കുന്ന അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രകൻ അവൻ്റെ ഹൃദയമാണ്. ഹൃദയമാണ് മനുഷ്യൻ. അതിനാൽ ഹൃദയം നന്നായാലേ ഒരു വ്യക്തിയുടെ, ഒരു അടിമയുടെ വിശ്വാസം നന്നാവുകയുള്ളൂ, നേരാവുകയുള്ളൂ. പക്ഷേ ഹൃദയം നേരാകണമെങ്കിൽ അവൻ്റെ നാവ് നേരാകേണ്ടതുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയുന്നുണ്ട്. നാവ് നേരാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹൃദയം നേരാകുന്നതിനുള്ള മുഖ്യമായ വഴി നാവ് നേരാവുക എന്നതാണ്. ഹൃദയം നേരാവണമെങ്കിൽ നാവ് നേരാകണം. നാവ് നേരാകുന്നത് വഴി ഹൃദയം നേരായാലേ ഒരു അടിമയുടെ വിശ്വാസം ശരിയായ അർത്ഥത്തിലാവുകയുള്ളൂ എന്നാണ് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാവ് ശരിയാം വിധം ഉപയോഗിക്കണം. അള്ളാഹു നൽകിയ സംസാര ശേഷി നല്ല രൂപത്തിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ, തെറ്റായ രൂപത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയും അവ ഈമാനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ എന്ത് സംസാരിക്കണം, എവിടെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നതിലെല്ലാം വിശ്വാസിക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം. മറ്റുള്ളവരോട് സംസാരിക്കും മുമ്പ് അത് ഗുണകരമാണോ അല്ലേ എന്ന് ചിന്തിക്കണം. ഈ പറഞ്ഞതുകൊണ്ട് എനിക്ക് വല്ല ഗുണവുമുണ്ടോ, കേൾക്കുന്ന വ്യക്തിക്ക് വല്ല ഗുണവുമുണ്ടോ, സമൂഹത്തിന് വല്ല ഗുണവുമുണ്ടോ, വല്ല പ്രയോജനങ്ങളും ഈ സംസാരം കൊണ്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ സംസാരം പ്രയാസമാണ് സൃഷ്ടിക്കുകയെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വില കൂടിയ കുതിരകളെക്കാൾ വിലയേറിയ 5 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഒരു പ്രയോജനമില്ലാതെ അതും ഇതും സംസാരിക്കാതിരിക്കുക എന്നതാണ്. ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് ഒരാവശ്യമില്ലാത്ത കർമ്മമാണ് എന്ന് മാത്രമല്ല അത് പാപമായി തീരാൻ കൂടി ഇടയുള്ളതാണ്. അതിനാൽ സംസാരം എന്നത് തൻ്റെ സ്വഭാവത്തെയും ആളുകൾക്കിടയിൽ തനിക്കുള്ള നിലയെയും വിലയെയും അളക്കുന്നത് മാത്രമല്ല, നാളെ പരലോകത്ത് തൻ്റെ വിജയ പരാജയങ്ങളെ നിശ്ചയിക്കുന്നത് കൂടിയാണ് എന്ന് മനസ്സിലാക്കി നല്ല രൂപത്തിൽ സംസാരിക്കാൻ കഴിയണം. നാവ് നന്നായാൽ, സംസാരം നന്നായാൽ ഹൃദയം നന്നായി. ഹൃദയം നന്നായാൽ അതോടുകൂടി അടിമയുടെ വിശ്വാസവും നന്നായി, നേരായി എന്നാണ് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതിനാൽ വളരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ നാവിനെയും അതുവഴി ഹൃദയത്തെയും അങ്ങനെ വിശ്വാസത്തെയും നേരാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.